റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വെല്ലുവിളിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒടുവിൽ കീഴടങ്ങാൻ തയ്യാറായി. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ ഒടുവിൽ സെലൻസ്കി കീഴടങ്ങുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായ യുക്രൈൻ്റെ ധാതു സമ്പത്തിൻ്റെ 50% അമേരിക്കയ്ക്ക് നൽകണം എന്ന ആവശ്യം ഇപ്പോൾ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് സെലൻസ്കി. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സെലൻസ്കി പറഞ്ഞത് തൻ്റെ രാജ്യത്തെ വിൽക്കാൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതാണ് തൻ്റെ ജോലി എന്നുമായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് നിലപാട് ശക്തമാക്കിയിരുന്നു. ഇലോൺ മസ്ക് അതിരൂക്ഷമായ വിമർശന രംഗത്തെത്തിയിരുന്നു. കൂടാതെ ട്രംപ് കഴിഞ്ഞ ദിവസം സെലൻസ്കിയെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ തങ്ങളെ പങ്കെടുപ്പിക്കാത്തതിൽ സെലൻസ്കി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അവിടെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ താൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കുകയില്ല എന്നും സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ട്രംപിൻ്റെ വിരട്ടൽ തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നത്. യുക്രൈന് അമേരിക്ക നൽകി വരുന്ന മുഴുവൻ സഹായവും നിർത്തിവയ്ക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പിണക്കം നേടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സെലൻസ്കി കീഴടങ്ങി ഒപ്പുവയ്ക്കാൻ തയ്യാറായിരിക്കുന്നത്.